ഹായ് ഹലോ, ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അണ്ണാണ്ട് മോർണിംഗ് ഷിഫ്റ്റുള്ള ആഴ്ചകളിലെ എൻ്റെ ഒരു ഈവനിങ് റുട്ടീനാണിത്. അണ്ണാണൻ തന്നെ ഉണ്ടായിരുന്നപ്പോൾ മുതലേ പിറ്റേ ദിവസത്തേക്കുള്ളത് വൈകിട്ട് ഫുഡാക്കി തണുക്കുമ്പോൾ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും വന്നപ്പോഴും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇതിപ്പോൾ ഒരു കുക്കറിൽ ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട്, ഒരു കുക്കറിൽ കടല വേകാൻ വെച്ചിട്ടുണ്ട്, ഒരു പാത്രം നമ്മൾ തോരൻ വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഈ ഇഡ്ഡലി പാത്രം നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നതല്ല. നോക്കിയപ്പോൾ ഒരു 2-3 ഏത്തയ്ക്ക നല്ലോണം പഴുത്തിരിപ്പുണ്ടായിരുന്നു. അത് ഇരുന്നാൽ അത് ചീത്തയായി പോവും, അല്ലാതെ വെറുതെ കഴിക്കാനൊട്ടൊരു സുഖം തോന്നുന്നില്ല. അത്ര ഒരു സുഖമില്ലാത്ത പഴമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓർത്തു പുഴുങ്ങാം, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. നിലവിൽ ഐഡിയ ഒന്നും ഇല്ല എന്ത് ചെയ്യണമെന്ന്. എന്തെങ്കിലും ചെയ്യാൻ പുഴുങ്ങി വെക്കാമെന്ന് ഓർത്ത് അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വൈകിട്ടത്തേക്ക് ഞാൻ ഓർത്തു ബ്രൊക്കോളി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രൊക്കോളിയും ക്യാരറ്റും മഷ്റൂമും കൂടി ഒന്ന് സ്റ്റിർ ഫ്രൈ ആക്കി എടുക്കാമെന്ന് ഓർത്തു. അധികം ആർക്കും ബ്രൊക്കോളിയുടെ ടേസ്റ്റും മണമൊന്നും ഇഷ്ടമല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കും അണ്ണാണ്ണും കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ബ്രൊക്കോളി വാങ്ങും. ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈ ആക്കുമോ അല്ലാതെ പാസ്തയുടെ കൂടെ ആക്കുമോ എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇതിപ്പോൾ ഉള്ളി നമുക്ക് കടലക്കറിക്കുള്ളതാണ്. ഞാൻ ശകലം ബട്ടറും ഒലിവ് ഓയിലും കൂടി ഒഴിച്ചിട്ട് അതിലോട്ട് വെളുത്തുള്ളിയും ഉള്ളിയും ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് അതിലോട്ട് മഷ്റൂമും ക്യാരറ്റും ബ്രൊക്കോളിയും ഇട്ട് വേവിച്ചെടുക്കുകയാണ്. സാധാരണ ബ്രൊക്കോളിയൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തോ ഒന്നൊന്ന് ബോയിൽ ചെയ്തോ ഒക്കെ എടുത്ത് ഈ ബട്ടറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വേറെ പാത്രത്തിലാക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് തന്നെ ഒരു ശകലം വെള്ളമൊഴിച്ച് അതിൽ തന്നെ ഒന്ന് ആവി കയറ്റി സെറ്റ് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കടലക്കറിക്കുള്ളതും വഴിയെ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ 4 അടുപ്പ് തകൃതിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പഴം ഞാൻ അവസാനം ഇതുപോലെ കൊഴുക്കട്ട പോലെ ആക്കാമെന്ന് ഓർത്തു. ഫേസ്ബുക്കിൽ കണ്ടൊരു റെസിപ്പി ആയിരുന്നു കൊഴുക്കട്ട. പക്ഷേ എൻ്റെ മാവ് അത്ര അങ്ങോട്ട് കുഴഞ്ഞ് വന്നില്ല. അപ്പോൾ അത് ശരിയായില്ലല്ലോ എന്നോർത്ത്, വെന്തില്ലല്ലോ എന്നോർത്ത് ഞാൻ കുറച്ച് കുഞ്ഞു ബോളാക്കിയും കുറച്ച് കൊഴുക്കട്ട പോലെയും ആക്കിയിട്ടുണ്ട്. അത് ശരിയാവുകയാണെങ്കിൽ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു, ഇല്ലെങ്കിൽ ഗോതമ്പ് ദോശ വല്ല ആക്കാമെന്ന് ഓർത്തു. എന്തായാലും അത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ അത്താഴം കഴിഞ്ഞ് അവർ ബ്രൊക്കോളി അതും കഴിച്ചു, പിന്നെ കൊഴുക്കട്ട അധികം കഴിച്ചില്ല, കുറച്ച് കടലയും കൂടി കഴിച്ച് ഇന്നങ്ങനെ നിർത്തി അവരുടെ ഡിന്നർ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കളിച്ച് കഴിഞ്ഞിട്ട് അവർ കിടന്നു. അവർ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അടുത്ത കലാപരിപാടി. കഴിച്ചു. നാളത്തേക്കുള്ളതൊക്കെ അണ്ണ പാക്ക് ചെയ്ത് ഫ്രിഡ്ജ് വയ്ക്കാനുള്ളതൊക്കെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. എൻ്റെ കടലക്കറി ഇന്ന് വെറുതെ ആയിരുന്നു, കാരണം സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. വൈകിട്ടത്തേക്കും രാവിലത്തേക്കും കൂടി തികയത്തില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കടലക്കറി ആക്കിയത്. പക്ഷേ കൊഴുക്കട്ട ഇടയിൽ കയറിയതുകൊണ്ട് എൻ്റെ കടലക്കറി ഞാൻ നാളത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാത്രം ഒരു ലോഡ് കഴുകി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണല്ലോ പേഴ്സണൽ ടൈം ഇല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത്. എൻ്റെ കാര്യത്തിൽ കുറച്ച് നാളുകൊണ്ട് ഒട്ടും ഞാൻ ശ്രദ്ധിക്കാത്തൊരു ഏരിയയാണത്. അപ്പോൾ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നോർത്ത് ഞാൻ കുറച്ച് ദിവസം കൊണ്ടൊന്ന് കെയർ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഹെയറൊക്കെ ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങി. അല്ലാതെ നിറച്ച് വെള്ളം കുടിക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ തുടങ്ങി. അതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷവും കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തുണി ഒന്നും കൂടി അടിക്കാനുണ്ടല്ലോ എന്നോർത്ത് അത് വന്ന് ഒന്നുകൂടി അതും ഇട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.